Hi friends, welcome to my YouTube channel H Media. Chaos Group Virayude latest version ആയ Viray 6 beta version release ആയിരിക്കുകയാണ്. Viray 6ന്റെ new featuresനെ കുറിച്ചും Viray 6 beta version free ആയി ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. Viray 6ൽ ഒരുപാട് new features ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫീച്ചറാണ് Chaos Scatter. ഫോറസ്റ്റ് പാക്ക് തുടങ്ങിയ പ്ലഗിൻസുകളുടെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു Chaos Scatter യൂസ് ചെയ്തുകൊണ്ട് ഗ്രാസ്, ട്രീസ് തുടങ്ങിയവയെല്ലാം നമുക്ക് സ്കാറ്റർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. Chaos Cosmosലും നമുക്ക് ഈ ഒരു Viray 6ൽ അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. Chaos Cosmos ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രിസെറ്റ് എന്ന ഈ ഒരു അപ്ഡേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ഏതിനെയും സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രിസെറ്റായി വളരെ ഈസിയായി ഇതിലേക്ക് സ്കാറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഈ ഒരു വൈൽഡ് ഗ്രാസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സീനിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു വൈൽഡ് ഗ്രാസിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ് ഈ ഒരു സീനിലേക്ക്. ഓട്ടോമാറ്റിക്കായി നമുക്ക് ഈ ഒരു ഗ്രാസ് ഇതിലേക്ക് സ്കാറ്റർ ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് Chaos Scatterന്റെ ഒരു റെഡിമെയ്ഡ് വെർഷനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നമുക്ക് ഈ ഒരു Chaos Scatter യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ഒബ്ജക്റ്റിനെയും വളരെ ഈസിയായി നമുക്ക് സ്കാറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് Viray സണ്ണിലൂടെ നമുക്ക് ക്ലൗഡ്സിനെ ലഭിച്ചിരിക്കുകയാണ്. വളരെ ഈസിയായി നമുക്ക് ഒരു സീനിലേക്ക് ക്ലൗഡ്സിനെ പ്ലേസ് ചെയ്യാൻ Viray സൺ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ടോപ്പ് വ്യൂയിലേക്ക് വരാം. അതിനുശേഷം Viray സൺ യൂസ് ചെയ്തുകൊണ്ട് നോർമലായി നമ്മൾ സൺ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ടോപ്പ് വ്യൂവിൽ ഈ ഒരു Viray സണ്ണിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ സെൻറ്ററിലേക്കായി ഈ ഒരു Viray സണ്ണിനെ പ്ലേസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. Viray സ്കൈ എൻവയോൺമെൻറ്റ് മാപ്പ് എൻവയോൺമെൻറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് വരാം. ഈ ഒരു സണ്ണിനെ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇൻറ്ററാക്റ്റീവ് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സീൻ റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. Viray 6ൽ റെൻഡറിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കുകയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പ്രിസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ക്ലൗഡിനെ കൊണ്ടുവരാമെന്ന് ചെക്ക് ചെയ്യാം. Viray സണ്ണ് സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫൈ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ക്ലൗഡ്സ് എന്ന ഈ ഒരു ടാബ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ ടിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലൗഡ്സ് ഇവിടെ നിന്ന് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ലൗഡ്സ് ഇവിടെ വിസിബിൾ ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഡെൻസിറ്റി തുടങ്ങിയ ഓപ്ഷൻസുകളിൽ ചേഞ്ചസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലൗഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഡെൻസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഡെൻസിറ്റി 0.5ൽ നിന്ന് 1 ആയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ക്ലൗഡ്സ് ഇതിൽ ഇൻക്രീസ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലൗഡ്സിനെ റിഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡെൻസിറ്റി കുറച്ചുകൊണ്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ 0.3, 0.4 എന്നിങ്ങനെ നമുക്ക് വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വെറൈറ്റി എന്ന ഈ ഒരു ഓപ്ഷനിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലൗഡ്സിൻ്റെ എണ്ണം ഇതിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ക്ലൗഡ്സിൻ്റെ എണ്ണത്തിലും ഇതിൻ്റെ ഷേപ്പിലും ചേഞ്ചസ് വന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഓഫ്സെറ്റ് XY തുടങ്ങിയ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലൗഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ക്ലൗഡ്സ് വളരെ ഈസിയായി നമ്മുടെ സീനുകളിൽ ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി Viray 6ന്റെ ബീറ്റ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. Viray 6 ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി chaos.com എന്ന ഈ ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ബീറ്റ എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ജോയിൻ ബീറ്റ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സൈൻ ഇൻ ചെയ്യുന്നതിനുള്ള ഈ ഒരു പേജ് ഇവിടെ എനേബിൾ ആവുന്നതാണ്. ജൂലൈയിലാണ് VRay 6ന്റെ ഫുൾ വെർഷൻ റിലീസാകുന്നത്. നമുക്കതുവരെ ഈ ഒരു ബീറ്റ വെർഷൻ ഫ്രീ ആയി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു VRay 6 ബീറ്റ വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി സ്റ്റെപ്സിലൂടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ ഇമെയിൽ, യൂസർ നെയിം, പാസ്വേഡ് ഇത്രയും നൽകി കണ്ടിന്യൂ കൊടുത്ത് മെയിൽ വെരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈൻ ഇൻ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. നമുക്കിതിൽ സ്യൂട്ടബിളായ ഇൻഡസ്ട്രി, റോൾ തുടങ്ങിയവ സെലക്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഡൗൺലോഡ് ബീറ്റ എന്ന ഈ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട വെർഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ഏത് വെർഷനാണോ ആവശ്യം ആ ഒരു വെർഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.